നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോകുന്നവരാണ് നാം. ചില സമയങ്ങളിൽ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും വിചാരിച്ച ഫലം കിട്ടാറില്ല. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ വലിയ പ്രയത്നം കൂടാതെ തന്നെ ഭാഗ്യദേവത നമ്മെ തേടിയെത്താറുമുണ്ട്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹവും വിദ്യ, ധനം, ഭാഗ്യം, സന്താനം, സൽബുദ്ധി എന്നിവയുടെ കാരകനുമായ വ്യാഴദേവൻ്റെ ഒടുവിൽ തൻ്റെ രാശിമാറ്റം പൂർത്തിയാക്കുകയാണ്. വേദജ്യോതിഷപ്രകാരം വ്യാഴമാറ്റം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകിടം മറിക്കുവാനും അല്ലെങ്കിൽ ദരിദ്രനെ പോലും കോടീശ്വരനാക്കാനും ശേഷിയുള്ള ഒന്നാണ്. കാരണം വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റം ഉണ്ടാക്കുന്ന ഫലങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നവയുമാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി മുതൽ, അതായത് ഇന്നു മുതൽ നാം ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അതായത് വ്യാഴമാറ്റം വഴി 2026 പ്രധാനമായും 10 നക്ഷത്രക്കാർ ഭാഗ്യത്തിൻ്റെ കൊടിമുടി കയറും. നിങ്ങളൊരു കോടീശ്വര യോഗത്തിലേക്കാണ് ഇനി ചുവടുവെക്കാൻ പോകുന്നത്. ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതി മുതൽ ധനാന്യ സൗഭാഗ്യകാരകനായ വ്യാഴം ഈ നക്ഷത്ര ജാതകരെ കനിഞ്ഞനുഗ്രഹിക്കും. കൃത്യമായ സമയക്രമം നോക്കുകയാണെങ്കിൽ 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:48 മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അതായത് കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി ചൊവ്വാഴ്ച മൂലം നക്ഷത്രത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ സംക്രമണം നടക്കുന്നത്. ജ്യോതിഷ ശാസ്ത്രത്തിൽ കർക്കിടകം രാശി എന്നാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. തൻ്റെ ഏറ്റവും ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തമായ പോസിറ്റീവ് അവസ്ഥയിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ അത്യധികം നേട്ടങ്ങൾ എല്ലാവിധ നക്ഷത്ര ജാതകർക്കും ചൊരിയുന്നതാണ്. ഏതാനും ചില നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ പൊതുസ്ഥിതി അനുകൂലമല്ലാത്തതിനാൽ കഠിനമായ പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയും ദൈവാനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കണമെന്ന് നാം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൃത്യം 12 വർഷങ്ങൾക്ക് ശേഷമാണ് സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം എന്ന തൻ്റെ ഉച്ചരാശിയിലേക്ക് വീണ്ടും സംക്രമിക്കുന്നത്. 2025 മെയ് 14 മുതൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നാം പറയാം. 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്ര ജാതകർക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ആവശ്യമാണ്. അതായത് നിങ്ങളുടെ സ്വന്തം കൂറിൻ്റെയോ 2, 5, 7, 9, 11 എന്നീ രാശികളിലായി വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക. അതേസമയം സ്വന്തം രാശികളിലൂടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം പോകുന്നതെങ്കിൽ പൊതുവെ ദൈവാനുകൂല്യം കുറവ് അനുഭവപ്പെടും. എന്നാൽ ഇത് പൊതുഫലമാണ്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ, വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിൻ്റെ അവസ്ഥയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. പ്രിയപ്പെട്ടവരെ, ഭാഗ്യദേവതയുടെ കടാക്ഷത്താലും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലും ജീവിതത്തിലേക്ക് സർവൈശ്വര്യം കടന്നു വരാൻ പോകുമ്പോൾ നാം അതിനെ നെഗറ്റീവായി സമീപിക്കരുത്. അത് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾ കേൾക്കുമ്പോൾ നെഗറ്റീവ് ചിന്താഗതികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ഊർജത്തിൻ്റെ പ്രവർത്തനമാണ്. ആ ദുഷ്ടശക്തിയാണ് നിങ്ങൾക്ക് ഇത്തരം പോസിറ്റീവ് അവസ്ഥയിൽ പോലും നെഗറ്റീവുകളെ ചെയ്യാനും നിങ്ങൾക്ക് അത്തരം തോന്നലുകളും ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോവുക. നെഗറ്റീവ് ഊർജ്ജം നിത്യജീവിതത്തിൽ നാം പരാമർശിച്ചതുപോലെ കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം മൂലമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചില ആഭിചാരക്രിയകളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരാം. അത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കുവാൻ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന ശക്തിയേറിയ നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ഉരുവിടുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജ്ജം അകലേക്ക് പോകുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. ഇതിലാദ്യം തന്നെ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരാൻ പോകുന്നത് മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക. മേടം രാശിക്കാർക്ക് 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥായിലേക്ക് വന്നു ചേരുന്നു. 4-ാം ഭാവം എന്നാൽ വീട്, ഭൂമി, വാഹനം, കുടുംബം, അമ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു.
9-ാം ഭാവം ഭാഗ്യഭാവവും 12-ാം ഭാവം ചിലവിൻ്റെ ഭാവമാണ്. കുടുംബം, സമാധാനം, കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾ എല്ലാം ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. സന്തോഷവും സമാധാനവും നിലനിൽക്കും. വീട് മാറി താമസിക്കുന്നതിനും പുതിയ വീട് പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്ന സമയം തന്നെയാണ്. ഭൂമി, വാഹനം, പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും. വസ്തു ക്രയവിക്രയം ചെയ്യുന്നതിന് ഗുണാനുഭവങ്ങൾ ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയമാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും. സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നത് വഴിയും വിവാഹം നടക്കുന്നതിന് വഴിയും വലിയ സന്തോഷമുണ്ടാവും. സർക്കാർ ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റവും ശമ്പള വർധനവും ഉണ്ടാവും. വിട്ടുമാറാത്ത രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും ആരോഗ്യവും ലഭിക്കും. അമ്മയിൽ നിന്നും അമ്മയുടെ ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. പിതൃസ്വത്ത് കൈവശം വന്നുചേരും. ശനിദോഷത്തിൻ്റെ ശമനമുണ്ടാവും. അതായത് മീനൻ രാശിയിൽ 7.5 ശനി നടക്കുന്നുണ്ടെങ്കിലും കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് പതിക്കുന്നതിനാൽ 7.5 ശനിയുടെ കാഠിന്യം കുറയുകയും ധനച്ചിലവുകൾ നിയന്ത്രിക്കുന്നതും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ 28 ദിവസത്തിനകം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പല പ്രയാസങ്ങൾക്കും പിന്നിൽ ഇത്തരം കാരണങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവിടെ ദോഷങ്ങളുണ്ട് എങ്കിൽ അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തുമെല്ലാം കടന്നു വരുന്ന സമയമാണ്. അടുത്തതായി വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ പോകുന്ന കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ വ്യാഴം ജന്മരാശിയിൽ സ്വന്തം രാശിയിൽ തന്നെ വന്നു സ്ഥിതി ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി വലിയ പ്രയോജനം ചെയ്യും. സന്താനഭാഗ്യം, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ചികിത്സകൾ ഫലമാവുകയും സൽസന്താന സൗഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. സന്താനങ്ങളുടെ ജോലി, വിദ്യാഭ്യാസം, വിവാഹം എന്നിവ വലിയ സന്തോഷങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കും. കൂടാതെ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മികച്ച വിജയം നേടും. ഉന്നത പഠനത്തിനായി വിദേശയാത്ര തരപ്പെടും. വിവാഹാലോചനകളിൽ തീരുമാനമാകും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ലാഭം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കടങ്ങൾ വീട്ടാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനും കഴിയും. വിട്ടുമാറാത്ത രോഗാവസ്ഥയിൽ നിന്ന് വലിയ മോചനം ലഭിക്കും. ബുദ്ധിപരമായും വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെ മുന്നേറും. കോടതി കേസുകളിൽ അനുകൂല തീരുമാനങ്ങളുണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ജീവിതത്തിൽ ഉയർച്ചകൾ കടന്നു വരുന്ന സമയമാണ്. നമുക്ക് ചുറ്റുമുള്ള പല ആളുകളുടെ ജീവിതവും മാറുന്നത് ഇതുപോലെ അനുകൂലമായ കാലഘട്ടം, ഭാഗ്യം അവർക്കൊപ്പം നിൽക്കുമ്പോഴാണ്. കഠിനാധ്വാനത്തോടൊപ്പം ഭാഗ്യങ്ങളും കൂടെ ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സാധ്യമാവുന്ന വേളയിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി വരുന്നത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം. ചിങ്ങം രാശിക്കാർക്ക് 5-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 4, 6, 8 ഭാവങ്ങളിൽ പതിക്കുന്നുണ്ട്. ധനനിയന്ത്രണവും ശുഭചിലവുകളും 12-ാം ഭാവത്തിൽ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ പാഴ് ചിലവുകളെയും ധനവിന്യായങ്ങളെയും നിയന്ത്രിക്കും. പകരം ശുഭകരമായ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ അനുകൂലമായി ഒത്തുതീർപ്പാകും. അതോടൊപ്പം തന്നെ വിദേശവാസത്തിനും വിദേശ വ്യാപാരത്തിനും അനുകൂല സമയമാണിത്. സ്വത്തുക്കളും ലോണുകളും നിങ്ങൾക്ക് ലഭിക്കും. വീട് പുതുക്കി പണിയുവാനോ പുതിയ വീടോ ഭൂമിയോ വാഹനമോ വാങ്ങാനുള്ള ആഗ്രഹം സാധിക്കും. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് വലിയ ലാഭമുണ്ടാകും. വീട് ഭംഗി പിടിപ്പിക്കുവാൻ സാധിക്കും. നല്ല കാര്യങ്ങൾക്കായി ലോണുകളും ചിട്ടികളും അനുവദിച്ച് കിട്ടും. നിങ്ങളുടെ ശത്രുശല്യം കുറയും. രോഗാവസ്ഥകൾക്ക് വലിയ ആശ്വാസം ലഭിക്കും. ചതികളിൽ പെട്ടിരിക്കുന്നവർക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നവർക്കും അതിൽ നിന്നെല്ലാം മോചനമുണ്ടാവും. കുടുംബത്തിൽ സമാധാനം കൈവരും. 8-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ശനിപ്രീതി വരുത്തുന്നത് ഗുണം ചെയ്യും. എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറഞ്ഞ നാളുകൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്.
ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ട രീതിയിൽ അവസരങ്ങളെ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി അടുത്തതായി വരുന്നത് മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരം രാശിക്കാർക്ക് 3, 12 ഭാവാധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നും 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കും 3, 11 ഭാവങ്ങളിലേക്കും പതിക്കുന്നു. 7-ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് വലിയ ദൈവാനുകൂല്യം നൽകും. ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കും. പ്രണയബന്ധങ്ങൾ സഫലമാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മാറി ഒത്തുചേർന്ന് സന്തോഷത്തോടെ ജീവിക്കും. കരിയറിലോ ഉപരിപഠനത്തിനോ വിദേശയാത്രകൾ തരപ്പെടും. ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാവും. പാർട്ട്ണറുമായി നല്ല ഒത്തൊരുമയുണ്ടാവും. നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ആരോഗ്യവും ഐശ്വര്യവും നോക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. പാഴ്ചിലവുകൾ കുറയും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഭക്ഷണ സമൃദ്ധിയും ഉണ്ടാവും. സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതും വലിയ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ പ്രാർത്ഥനാപൂർവം മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ലഭിക്കുന്ന സമയമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി വരുന്നത് മീനൻ രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനൻ രാശിക്കാർക്ക് സ്വന്തം രാശ്യാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് പുണ്യഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കും 9, 11 ഭാവങ്ങളിലേക്കും പതിക്കുന്നു. ഏറ്റവും മികച്ച സുവർണകാലം തന്നെയാണിത്. അതായത് മീനം രാശിക്കാരെ സംബന്ധിച്ച് അടുത്ത 1 വർഷക്കാലം ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ, ആഗ്രഹിച്ച പ്രൊമോഷൻ, സ്ഥലമാറ്റം എന്നിവ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലിയോ വിദേശ ജോലിയോ ലഭിക്കാൻ യോഗമുണ്ട്. പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങൾക്ക് ആരോഗ്യപരമായ ചികിത്സകൾ ഫലിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സൽസന്താന ഭാഗ്യം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും വിദേശ പഠനത്തിന് അവസരവും ലഭിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. അത് വിവാഹത്തിൽ എത്തുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കൂടാതെ വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമനം ഉണ്ടാവും. വിദേശ വിപണനം സാധ്യമാവും. ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിലൂടെ വലിയ ധനനേട്ടം പ്രതീക്ഷിക്കാം. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കൃഷിയിൽ നിന്ന് വലിയ ലാഭമുണ്ടാവും. മീനം രാശിക്കാർക്കിപ്പോൾ ജന്മശനിയാണ്, അതായത് 7.5 ശനിയിലെ കഠിനമായ സമയം. എന്നാൽ വ്യാഴം 5-ാം ഭാവത്തിൽ ഉച്ചനായി സംക്രമിച്ച് മീനൻ രാശിയെ നോക്കുന്നതിനാൽ ശനിദോഷം നിങ്ങളെ ബാധിക്കില്ല. ദോഷങ്ങളെല്ലാം ഇല്ലാതാവും. നിങ്ങൾ പ്രാർത്ഥനാപൂർവം മുന്നോട്ടു പോവുക. ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ചൈതന്യം ജീവിതത്തിൽ നിലനിർത്തുക. മറ്റ് രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല, എന്നാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുക. ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. നാളികേരമുടച്ച് വിഘ്നങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും എല്ലാം കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷപ്രകാരം വ്യാഴം ഉച്ചസ്ഥാനായി കർക്കിടകം രാശിയിൽ നിൽക്കുന്ന അടുത്ത 1 വർഷക്കാലം എന്നത് പ്രപഞ്ചത്തിൽ വലിയ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്ന സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന വളരെ അപൂർവമായ ഒരു ദൈവാനുകൂല്യ കാലഘട്ടമാണിത്. എങ്കിലും നാം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത് പൊതുവായ ഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ള ഫലമാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ, അപഹാരം എന്നിവയനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി സർവേശ്വരനായ മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന് മഞ്ഞപ്പട്ട്, തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിയുന്നതും എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന് പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് അത്യധികം ഐശ്വര്യം നൽകും.
അതുപോലെ തന്നെ നിത്യേന വീട്ടിലിരുന്ന് ശുദ്ധിപൂർവം മഹാവിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്യാഴത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യങ്ങളും വന്നു ചേരാനും സഹായിക്കും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.